ശബരിമല പുനഃപരിശോധനാ ഹർജികൾ എപ്പോൾ പരിഗണിക്കുമെന്ന് വ്യക്തമാക്കാതെ സുപ്രീം കോടതി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൌകര്യം നോക്കി കേസ് പരിഗണിക്കുന്ന തീയതി നിശ്ചയിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 30 വരെ അവധിയിലാണെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. ഇന്ദു മൽഹോത്രയുടെ സൌകര്യം അറിയാതെ തീയതി നൽകാൻ ആകില്ല. ഫെബ്രുവരി 8 തീയതി ശബരിമല റിട്ട് ഹർജികൾ പരിഗണിക്കുമോ എന്നും കോടതി വ്യക്തമാക്കിയില്ല. സുപ്രീം കോടതി വെബ്സൈറ്റിൽ റിട്ട് ഹർജികൾ പരിഗണിക്കുന്ന താൽക്കാലിക തീയതിയായി 8 തീയതി കാണിച്ചതിനാൽ അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ചീഫ് ജസ്റ്റിസിനോട് വ്യക്തത തേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ തുടരും. കേരളത്തിൽ UDFന് സർവനാശമുണ്ടാകും. ഒരു രാജാവും ചങ്ങനാശ്ശേരിയും തന്ത്രിയും ഉൾപ്പെടുന്ന സവർണ ലോബിയാണ് ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴും ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ വേണ്ടത്ര പ്രാതിനിധ്യമോ പരിഗണനയോ അവകാശമോ തരുന്നുണ്ടോ? അപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങളൊന്നും ഹിന്ദുക്കളല്ല, ജന്തുക്കളാണ്. ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കുന്നത് സവർണ ലോബിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടത്. അയ്യപ്പനും താക്കോലുമൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമാണെന്ന് വരുത്തി തീർക്കുന്നു. ഒരു രാജാവ്, ഒരു ചങ്ങനാശ്ശേരി, തന്ത്രി, ഈ 3 പേരും കൂടെ തീരുമാനിച്ചത്. സമൂഹത്തിൽ ഇപ്പോഴും ചാതുർവർണ്ണ്യം നിലനിൽക്കുന്നു. ശബരിമലയെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമത്തിന്റെ അവസാന ഘട്ടമാണ് പുത്തരിക്കണ്ടത്ത് കണ്ടത്. സെൻകുമാറിനെ മുൻനിർത്തി ഈഴവ പ്രാതിനിധ്യമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അതിനൊരു സെൻകുമാറിനെ കാണിച്ച് ഈഴവന്റെ എല്ലാം പ്രാതിനിധ്യവും, അതിൽ ബാബുവിനെ കാണിച്ച് ഇവിടുത്തെ പട്ടികജാതിക്കാരൻ്റെ എല്ലാം പ്രാതിനിധ്യവും ഉണ്ടെന്ന് കാണിക്കുന്ന കൗശല ബുദ്ധി പ്രയോഗിച്ചിട്ട് കാര്യമില്ല. വനിതാമതിലിന്റെ പിറ്റേ ദിവസത്തെ സ്ത്രീ പ്രവേശനം പിണറായി വിജയന്റെ ബുദ്ധിയല്ല. തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ മോദി ഭരണം തുടരും. കേരളത്തിൽ UDFന് സർവനാശം സംഭവിക്കും. എല്ലാവരോടും നമുക്ക് ഒരു പ്രത്യേക മമതയോ വിദ്വേഷമോ പുലർത്താതെ ഞങ്ങൾ SNDP യോഗ സമുദായ പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് മുമ്പോട്ട് പോകുന്നതാണ്. ഇന്ത്യയിൽ BJP തന്നെ വരും. കാരണം മോദിക്ക് അതിൻ്റേതായ ഒരു പ്രസക്തിയുണ്ട്. മോദിയുടെ പ്രസക്തി ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. ഉള്ളത് പറഞ്ഞാൽ സർവനാശം സംഭവിക്കാൻ പോണ UDFനാണ്. NSSന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. BJPയിലെ ഗ്രൂപ്പ് പോരിന് ചാനൽ ചർച്ചയും കരുവാക്കുന്നതായി വിമർശനം. ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിൽ K. സുരേന്ദ്രന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസിനെ സസ്പെൻഡ് ചെയ്തു. മാധ്യമങ്ങളെ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് നടപടി നേരിട്ട കൃഷ്ണദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. മുരളീധര പക്ഷത്തെ ശക്തനായ നേതാക്കളിൽ ഒരാളാണ് കൃഷ്ണദാസ്. ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിൽ BJP സംസ്ഥാന സമിതി അംഗമായ കൃഷ്ണദാസിനെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസമാണ് സസ്പെൻഡ് ചെയ്തത്. ചർച്ചകളിൽ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ലെന്ന് നേതാക്കൾക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ P. കൃഷ്ണദാസ് ചർച്ചയിൽ പങ്കെടുത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ K. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലെ അഭിഭാഷകനാണ് P. കൃഷ്ണദാസ്. അഭിഭാഷകൻ എന്ന നിലയിൽ പൊതുപ്രശ്നത്തെ അവതരിപ്പിക്കാനാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നും അത് പാർട്ടി വിലക്കിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നുമാണ് കൃഷ്ണദാസിന്റെ നിലപാട്. അഭിഭാഷകൻ എന്നുള്ള നിലക്കാണ് ഞാൻ ആ ചർച്ചയിൽ പോയതും എന്നെ വിളിച്ചതും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അഭിഭാഷകൻ എന്നുള്ള നിലക്ക് തന്നെയാണ്. അതിനെ തുടർന്നാണ് നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം കൃഷ്ണദാസിന്റെ സസ്പെൻഷന് പിന്നിൽ BJPയിലെ ചേരിതിരിവാണ് എന്ന ആക്ഷേപം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. മുരളീധരൻ വിഭാഗത്തിന് ശ്രീധരൻപിള്ള പക്ഷം നൽകിയ മറുപടിയാണ് സസ്പെൻഷൻ എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. P. കൃഷ്ണദാസിന്റെ സസ്പെൻഷൻ വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് പോര് വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. BJP BDJS സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടുന്നു. തൃശൂരും പത്തനംതിട്ടയും ഉൾപ്പെടെ 8 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് BDJSന്റെ നിലപാട്. 5 സീറ്റ് നൽകാമെന്ന് BJP നേതൃത്വം സമ്മതിച്ചെങ്കിലും മികച്ച പോരാട്ടം പ്രതീക്ഷിക്കുന്ന തൃശൂരും പത്തനംതിട്ടയും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. 28-ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പുതിയ ധാരണയുണ്ടാകുമെന്നാണ് സൂചന. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിലും BJP അനുവദിച്ച 5 സീറ്റിന് പുറമെ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലങ്ങളിലെങ്കിലും മത്സരിക്കണമെന്നാണ് BDJSന്റെ ആവശ്യം. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, ചാലക്കുടി, ആലത്തൂർ, വയനാട് എന്നീ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം. ആദ്യവട്ട ചർച്ചകൾ കഴിഞ്ഞതോടെയാണ് 5 സീറ്റ് നൽകാമെന്ന ധാരണയിലേക്ക് BJP എത്തിയത്. പക്ഷേ ആറ്റിങ്ങലും പത്തനംതിട്ടയും തൃശൂരും വിട്ടു നൽകില്ല. BDJS ഉറച്ച നിലപാടെടുത്തതോടെ തൃശൂരോ ചാലക്കുടിയോ നൽകാമെന്നായി ധാരണ. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരരംഗത്തിറങ്ങണമെന്ന നിലപാട് BJP മുന്നോട്ട് വച്ചു. BDJSന് നൽകാമെന്ന ധാരണയായ മണ്ഡലങ്ങൾ ഇവയാണ്: ആലപ്പുഴ, ഇടുക്കി, ആലത്തൂർ, വയനാട്, കോഴിക്കോട്. ജയസാധ്യത ഒട്ടുമില്ലാത്ത ഈ മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങാൻ BDJS തയ്യാറല്ല. ഈഴവ വോട്ടുകൾ നിർണായകമാകുന്ന ആറ്റിങ്ങൽ മണ്ഡലം വിട്ടുനൽകണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കും.
BJP കേന്ദ്ര നേതൃത്വം നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളുടെ മുൻനിരയിൽ തൃശൂരുണ്ട്. ഇതാണ് തൃശൂരിന് വേണ്ടിയുള്ള സമ്മർദ്ദത്തിന് കാരണവും. 28-ന് വീണ്ടും നേതൃത്വ ചർച്ച നടക്കും. സീറ്റ് ധാരണയായെങ്കിൽ 30-ന് യോഗം ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം നടത്താനാണ് BDJS നീക്കം. BJP നേതൃത്വത്തെ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ പരസ്യ നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തിറങ്ങണമെന്ന ആവശ്യം BJP ഉന്നയിക്കുന്നത്. പക്ഷേ അത് മികച്ച മത്സരം നടക്കുമെന്ന മണ്ഡലങ്ങൾ ലഭിച്ചാൽ മാത്രമേ തുഷാർ വെള്ളാപ്പള്ളി അതിന് വഴങ്ങുകയുള്ളൂ എന്നാണ് സൂചന. മുന്നണി ബന്ധത്തിന് പഴയത്ര ശക്തിയില്ലാത്തതിനാൽ മികച്ച പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ വിട്ടുകൊടുത്തുള്ള നീക്കത്തിന് BJPയും തയ്യാറായേക്കില്ല. തിരുവനന്തപുരത്തു നിന്നും TG സജിത്, ന്യൂസ് 18. കോൺഗ്രസ് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി 20-ന് മുൻപ് സമർപ്പിക്കാൻ PCC അധ്യക്ഷന്മാർക്ക് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് 3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ സമർപ്പിക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള PCC, AICC കമ്മിറ്റികൾ ഉടൻ പ്രഖ്യാപിക്കും. പതിവ് കാലതാമസം ഒഴിവാക്കി ഇക്കുറി നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കം. കേരളത്തിലേതടക്കം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ഫെബ്രുവരി 20-നകം സമർപ്പിക്കാനാണ് PCC അധ്യക്ഷന്മാർക്ക് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് 3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിർദ്ദേശിക്കണം. ഫെബ്രുവരി 3-ന് തുടങ്ങുന്ന മുല്ലപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് യാത്രയ്ക്കിടെ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് ഓരോ മണ്ഡലത്തിലെയും സാധ്യതാ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചേക്കും. സിറ്റിംഗ് MPമാർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ ടിക്കറ്റ് നൽകും. മണ്ഡലമാറ്റത്തിന് ചിലർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇത് അനുവദിക്കില്ല. 2 MLAമാരെ മത്സരരംഗത്ത് ഇറക്കിയേക്കും. AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേതാകും. ഫെബ്രുവരി ആദ്യവാരം രാഹുൽ ഗാന്ധി പാർട്ടി നേതാക്കളെയും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യും. ബജറ്റ് സമ്മേളനം കഴിയുന്ന ഉടൻ പാർട്ടി പ്രചാരണത്തിന് തുടക്കമാകും. അതിനു പിന്നാലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. ഡൽഹിയിൽ നിന്നും M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം തേടിയേക്കുമെന്ന് സൂചന. അമേഠിയിൽ BJP സ്വാധീനം വർദ്ധിച്ചെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്. മധ്യപ്രദേശിലെ ചിന്തവാഡ, മഹാരാഷ്ട്രയിലെ നന്ദേദ് മണ്ഡലങ്ങളാണ് പരിഗണനയിൽ ഉള്ളത്. M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, BJP സ്വാധീനം വർദ്ധിച്ചു എന്ന വിലയിരുത്തൽ, അതിനപ്പുറം എന്തു കാരണമായിരിക്കാം ഈ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന് പിന്നിൽ? രാഹുൽ ഗാന്ധിയും പ്രധാനം നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമായി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനിവാര്യമാണ്. നിലവിലെ സിറ്റിംഗ് മണ്ഡലമായ അമേഠിയിൽ BJP സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അമേഠിയിൽ മാത്രം രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയിച്ചു വരികയെന്നത് വലിയ വെല്ലുവിളിയായി മാറാമെന്ന ഒരു ആഭ്യന്തര വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അമേഠിക്ക് പുറമെ മറ്റ് ചില മണ്ഡലങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കണമോ അല്ലെങ്കിൽ അമേഠി മാറി സുരക്ഷിത മണ്ഡലത്തിലേക്ക് രാഹുൽ മാറണമോ എന്നതിനെ സംബന്ധിച്ച് സജീവമായ ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നത്. ഒന്നുകിൽ 3 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയാണ് പറഞ്ഞു കേൾക്കുന്നത്, അല്ലെങ്കിൽ സുരക്ഷിതമായ അമേഠിക്ക് പുറത്തുള്ള മണ്ഡലത്തിലേക്ക് മാറുക എന്നതാണ് പരിഗണനയിലുള്ള കാര്യം. മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് ഈ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് മറ്റ് സുരക്ഷിത മണ്ഡലങ്ങളായി വിലയിരുത്തപ്പെടുന്ന സംസ്ഥാനങ്ങൾ. അതിൽ മഹാരാഷ്ട്രയിൽ ചിന്ദ്വാഡയും മധ്യപ്രദേശിൽ ചിന്ദ്വാഡയും മഹാരാഷ്ട്രയിൽ നന്ദേദുമാണ് 2 സാധ്യതാ മണ്ഡലങ്ങളായി പറയുന്നത്. അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുമായി ഇതിനകം തന്നെ ആലോചനകൾ നടന്നിട്ടുണ്ട് എന്നാണ് സൂചന. ചിന്ദ്വാഡ നിലവിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ കമൽനാഥ് നേരത്തെ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിന് ഉറപ്പുള്ള മണ്ഡലം കൂടിയാണ്. ഏതായാലും സ്മൃതി ഇറാനി അമേഠിയിൽ ജയിച്ച് കാണിക്കണമെന്ന് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വെല്ലുവിളിച്ച ഒരു സാഹചര്യമുണ്ട്. സ്മൃതി ഇടയ്ക്കിടെ അമേഠി സന്ദർശിച്ചുകൊണ്ട് വോട്ടർമാരുടെ പിന്തുണ നേടുന്ന ഒരു പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേഠിക്ക് പകരം സുരക്ഷിത മണ്ഡലം വേണമോ എന്ന ആലോചനകൾ വളരെ സജീവമായി കോൺഗ്രസിൽ നടക്കുന്നത്. ശരി ഉണ്ണി. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയെന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ. മമതയേക്കാൾ ഭേദം കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. ബംഗാളിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി. പ്രധാനമന്ത്രി മോഹികളുടെ കൂട്ടമാണ് മഹാസഖ്യമെന്നും അമിത്ഷാ പരിഹസിച്ചു. ബംഗാളിൽ BJP റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. महान बंगाल की जनता ने कम्युनिस्टों को निकालने के लिए परिवर्तन किया और तृणमूल को लाया, मगर तृणमूल ने तो शासन इस प्रकार से चलाया, आज बंगाल की जनता कहती है इनसे तो कम्युनिस्ट अच्छे थे। इस प्रकार से तृणमूल कांग्रेस ने शासन चलाया है.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കുടുംബ സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ച് CPM. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് കുടുംബ സംഗമം തുടങ്ങിയത്. ശബരിമലയിൽ തിരുപ്പതി മാതൃകയിലുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനപ്രകാരമാണ് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കുടുംബ സംഗമങ്ങൾ. സർക്കാരിന്റെ നേട്ടങ്ങൾ നേതാക്കൾ നേരിട്ട് ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. ധർമ്മടം മണ്ഡലത്തിലെ പടുവിലായിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത ആദ്യ കുടുംബസംഗമം. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭാവി പരിപാടികളും മുഖ്യമന്ത്രി അക്കമിട്ടു നിരത്തി. ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഒരു പരാതിയും ഇല്ലെന്നും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല, വേറെ ചില പരാതികൾ വേറെയുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല. ശബരിമലയുടെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. തിരുപ്പതി മാതൃകയിൽ വലിയ തോതിലുള്ള വികസനം ശബരിമലയിൽ ഉറപ്പുവരുത്തും. പ്രളയം കാർഷിക മേഖലയെ ബാധിച്ചെന്നും വികസന പദ്ധതികളുടെ പൂർത്തീകരണം വൈകിക്കുന്നതിന് ഇടയാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാത വികസനം നടപ്പിലാക്കും. 9,000 ഗ്രാമചന്തകൾ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന കാര്യങ്ങളിലെ സംശയങ്ങൾ ഉന്നയിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ തിരക്ക് പരിഗണിച്ച് ആദ്യ യോഗങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടായില്ല. ആദ്യ ദിനം 9 കുടുംബയോഗങ്ങളാണ് മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ. നിലവിലെ സാഹചര്യത്തിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് തന്നെ നൽകുമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാവില്ല. സീറ്റുകൾ കൈക്കലാക്കാൻ UDFൽ മത്സരമുണ്ടാകില്ലെന്നും ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ ന്യായമായി പരിഗണിച്ചിട്ടുണ്ടെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. മുന്നണിയിൽ സീറ്റ് വിഭജനം ഒരു തർക്കമേ ഉണ്ടാകില്ല. പ്രാഥമികമായി നടന്ന ചർച്ചകളിൽ ചില അഭിപ്രായങ്ങൾ വന്നു എന്നതല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യവും കീഴ്വഴക്കവും അനുസരിച്ച് സീറ്റ് വിഭജനം നടക്കും. ഒരു പ്രശ്നവുമില്ലാതെ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം അടുത്ത രണ്ടാഴ്ചകളിൽ പൂർത്തീകരിക്കും. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ജോസ് കെ മാണി ഒഴിഞ്ഞ കോട്ടയത്ത് ആരെന്ന ചോദ്യം കേരള കോൺഗ്രസ് എമ്മിന് കീറാമുട്ടിയാകുന്നു. പൊതുസമ്മതനെ ഇറക്കാനായിരുന്നു ആദ്യ ആലോചന. പാർട്ടിയിലെ സീറ്റ് മോഹികൾ കടുത്ത പ്രതിഷേധവുമായി എത്തിയതോടെ ആ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇടുക്കി മണ്ഡലം കൂടി വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചതും ഈ സീറ്റ് മോഹികളെ അണിനയിപ്പിക്കാൻ വേണ്ടിയാണ്. ജോസ് കെ മാണി രാജ്യസഭാ MP ആയതിനു പിന്നാലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ഉയർന്ന ചോദ്യമാണ് ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുന്നത്. പാർട്ടി ഭാരവാഹികളും അല്ലാത്തവരും കോട്ടയം പിടിക്കാൻ സജീവമാണ്. തോമസ് ചാഴിക്കാടൻ, സ്റ്റീഫൻ ജോർജ്, ജോയി എബ്രഹാം, ജോസഫ് എം പുതുശ്ശേരി, യൂത്ത് ഫ്രണ്ട് മുൻ അധ്യക്ഷന്മാരായ പ്രിൻസ് ലൂക്കോസ്, ജോബ് മൈക്കിൾ തുടങ്ങി വലിയ നിര തന്നെ കോട്ടയത്തിനായി കരുക്കൾ നീക്കുന്നുണ്ട്. സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ അടക്കം പല പേരുകളും നേതൃത്വം പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ പൊതുസമ്മതൻ എന്ന നിർദ്ദേശം പാർട്ടിക്കുള്ളിൽ കലാപത്തിന് തന്നെ വഴിവെക്കുമെന്ന സ്ഥിതിയായതോടെ ആ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. നിഷ ജോസ് മത്സരിക്കുമെന്ന പ്രചാരണമുണ്ടായെങ്കിലും പ്രതിഷേധങ്ങൾ കാരണം ജോസ് കെ മാണിക്ക് തന്നെ അത് നിഷേധിക്കേണ്ടി വന്നു. രാജ്യസഭാ സീറ്റിലടക്കം വിട്ടുവീഴ്ച ചെയ്ത ജോസഫ് വിഭാഗവും ലോക്സഭാ സീറ്റിനായി പിടിമുറുക്കിയിട്ടുണ്ട്. ഇതോടെയാണ് ജോസഫ് വിഭാഗത്തിനായി എന്ന പേരിൽ ഇടുക്കി സീറ്റിൽ ജോസ് കെ മാണി അവകാശമുന്നയിച്ചത്. പക്ഷേ ആ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറല്ല. പ്രാഥമികമായി നടന്ന ചർച്ചകളിൽ ചില അഭിപ്രായങ്ങൾ വന്നു എന്നതല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യവും കീഴ്വഴക്കവും അനുസരിച്ച് സീറ്റ് വിഭജനം നടക്കും. കോട്ടയം സീറ്റിനായുള്ള കടിപിടി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നതിന് തടയിടാൻ കൂടിയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള യാത്ര പ്രഖ്യാപിച്ചതെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ നൽകുന്ന സൂചന. നമ്മുടെ പരിചയസമ്പന്നരായ എത്രയോ നേതാക്കന്മാരുണ്ട്. അപ്പോൾ തീർച്ചയായും അതിനകത്ത് ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും. കോട്ടയം സീറ്റിനായി PJ ജോസഫ് നിലപാട് കടുപ്പിച്ചാൽ അത് KM മാണിക്ക് വെല്ലുവിളിയാകും. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയ സാഹചര്യത്തിൽ കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ PJ ജോസഫിന് അവകാശമുണ്ടെന്നാണ് അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെ നിലപാട്. ഏതായാലും പതിവില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങളാണ് കേരള കോൺഗ്രസ് എമ്മിൽ ഇത്തവണ നടക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ രാഷ്ട്രീയ പോര്. ആരോപണത്തിൽ കോൺഗ്രസ് അന്വേഷണം ആവശ്യപ്പെട്ടു. US ഹാക്കറുടെ വാർത്താ സമ്മേളനത്തിൽ കപിൽ സിബൽ പങ്കെടുത്തത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിർദ്ദേശപ്രകാരമാണെന്ന് BJP ആരോപിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണ ആവശ്യവുമായി കുടുംബാംഗങ്ങളും രംഗത്ത് വന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു അമേരിക്കൻ ഹാക്കറുടെ വെളിപ്പെടുത്തൽ. ആരോപണം ഗുരുതരമെന്ന് പ്രതികരിച്ച കോൺഗ്രസ് പക്ഷേ അന്വേഷണം നടത്താതെ
ആരോപണത്തെ പിന്തുണയ്ക്കാനോ തള്ളിക്കളയാനോ കഴിയില്ലെന്നും പറഞ്ഞു. We cannot vouch for it, we cannot deny it, we cannot affirm it. ഹാക്കിംഗ് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയ പരിപാടിയിൽ കോൺഗ്രസ് വക്താവ് കപിൽ സിബൽ പോയത് കോൺഗ്രസിന്റെ പ്രതിനിധിയായല്ലെന്നും സിംഗ്വി പറഞ്ഞു. കപിൽ സിബൽ പരിപാടിയിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പറഞ്ഞിട്ടാണ് എന്നും പാകിസ്ഥാനിൽ വരെ കോൺഗ്രസിന് ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകരുണ്ടെന്നും കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി ആരോപിച്ചു. जिसकी प्रोड्यूसर डायरेक्टर सोनिया गांधी जी और राहुल गांधी जी हैं. UPA കാലത്ത് നിർമ്മിച്ച EVM മെഷീനുകൾ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി കൂട്ടുകൂടിയെന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആരോപണമാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പറഞ്ഞു. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള ആരോപണം ഗുരുതരമാണെന്നും ബാലറ്റ് പേപ്പറിലേക്കുള്ള മടക്കമാണ് പരിഹാരമെന്നും മമതാ ബാനർജി പ്രതികരിച്ചു. ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കോൺഗ്രസ് നേതാവ് ജയറാം രമേശിനും കാരവാൻ മാസികയ്ക്കും എതിരെ അജിത് ഡോവലിന്റെ മകൻ വിവേക് ഡോവൽ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ വാദം കേൾക്കാൻ ഡൽഹി കോടതി തീരുമാനിച്ചു. ജനുവരി 30 വാദം കേൾക്കുക. അന്നേ ദിവസം വിവേക് ഡോവലിന്റെ വാദവും നടക്കും. മനുഷ്യക്കടത്തിലെ തെളിവുകൾ തേടി മുനമ്പ മനുഷ്യക്കടത്ത് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള 3 പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിന് ശേഷമേ ഇവരുടെ അറസ്റ്റിൽ തീരുമാനമുണ്ടാകൂ. അതേസമയം മനുഷ്യക്കടത്തിന് പിന്നിലെ മുഖ്യകണ്ണികളായ ശ്രീകാന്തും സെൽവനും മുനമ്പത്ത് ബോട്ട് വാങ്ങാനെത്തിയതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. മുനമ്പം മനുഷ്യക്കടത്തിൽ ഇന്നലെ ഡൽഹിയിൽ നിന്നും പിടിയിലായ രവിയെ IG അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. മോഷണം ഉൾപ്പെടെ 21 കേസുകളിൽ പ്രതിയായ രവിക്ക് മനുഷ്യക്കടത്തിന് പിന്നിലെ പ്രധാന കണ്ണികളായ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ളവരുമായുള്ള ബന്ധമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒപ്പം ബോട്ടിൽ ന്യൂസിലൻഡിലേക്ക് കടന്ന സംഘത്തിലുള്ളവരെക്കുറിച്ചും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഡൽഹി അംബേദ്കർ കോളനി നിവാസിയായ രവി സനൂപ് രാജയെ ആലുവ വെസ്റ്റ് SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. രവിയെ കൂടാതെ കസ്റ്റഡിയിലുള്ള ബോട്ടുടമ അനിൽകുമാറിനെയും ഡൽഹി സ്വദേശി പ്രഭുവിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതേസമയം കേസിൽ പ്രധാന കണ്ണിയായ ശ്രീകാന്തും സെൽവനും മുനമ്പത്ത് ബോട്ട് വാങ്ങാനെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് കടന്നവരിൽ ശ്രീലങ്കൻ സ്വദേശികളുള്ളതിനാൽ ശ്രീലങ്കൻ ഏജൻസിയുടെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. CPI കൊല്ലം ജില്ലാ സെക്രട്ടറി N അനിരുദ്ധനെ മാറ്റും. R രാജേന്ദ്രനാകും പുതിയ ജില്ലാ സെക്രട്ടറി. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെയാണ് തീരുമാനം. നിലവിൽ CPI ദേശീയ കൌൺസിൽ അംഗമായ അനിരുദ്ധൻ സംസ്ഥാന കൌൺസിലും അംഗമാണ്. ഒരേസമയം 3 പദവികൾ വഹിക്കുന്നതിലാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ വിജയിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള പാർട്ടി ക്ലാസുകൾ കീഴ്ഘടകങ്ങളിൽ കൂടി നടത്താനും എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസ് സ്വതന്ത്ര ട്രെയിനാകുമ്പോൾ ചർച്ചയാകുന്നത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ സൗകര്യക്കുറവുകൾ തന്നെയാണ്. ഈ പാതയിലൂടെ രാത്രി 10 മുതൽ രാവിലെ 6 വരെ സർവീസ് നടത്താൻ അനുവാദമില്ലാത്തതിനാൽ നിലമ്പൂരിലേക്കുള്ള രാജ്യറാണി തൃശൂരിനും ഷൊർണൂരിനും ഇടയിൽ 3 മണിക്കൂറാണ് പിടിച്ചിടുക. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസ് ഇപ്പോൾ അമൃത എക്സ്പ്രസിന്റെ കൂടെയാണ് സർവീസ് നടത്തുന്നത്. മെയ് 9 മുതൽ ഇത് സ്വതന്ത്ര സർവീസ് ആകുന്നതോടെ നിലമ്പൂർ മുതൽ കൊച്ചുവേളി വരെയാകും സർവീസ്. പുതിയ ക്രമമനുസരിച്ച് ട്രെയിൻ കൂടുതൽ സമയമെടുത്താണ് സർവീസ് പൂർത്തിയാക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. രാത്രി 8:50 കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നിലമ്പൂരിലെത്തുക രാവിലെ 7:50. 2:43 തൃശൂർ കടന്നു പോകുന്ന ട്രെയിൻ ഷൊർണൂരിലെത്തുന്നത് 5:30. അവിടെ നിന്നും നിലമ്പൂരിലേക്ക് പുറപ്പെടുന്നത് 6:05. ഷൊർണൂർ നിലമ്പൂർ പാതയിലൂടെ രാത്രി സർവീസ് നടത്താൻ അനുവാദമില്ലാത്തതാണ് ഇതിന് കാരണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ വിശദീകരിക്കുന്നു. ഇവിടെ നൈറ്റ് ട്രാഫിക് ഇല്ല. നേരത്തെ ഒരു 2 ട്രെയിൻ മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരു റൂട്ടാണിത്. അന്ന് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം കൂടെ ട്രെയിനായി 7 സെറ്റ് ട്രെയിൻ വരാൻ തുടങ്ങിയപ്പോഴേ അവർക്ക് ഡബിൾ ഡ്യൂട്ടിയിലെത്തി. ഒന്ന് അവർക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ഓവർ ടൈം ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് ഈ നൈറ്റ് ട്രാഫിക് തുറക്കുക. വേറൊന്ന് അവർക്ക് അല്ലെങ്കിൽ സാധാരണ പോലെ ഉള്ളത് തന്നെ എക്സ്ട്രാ സ്റ്റാഫിനെ വെച്ച് ചെയ്യുക. രണ്ടിനും കോസ്റ്റ് വരും. ഈ ഒരു ട്രെയിനിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുറക്കാൻ പറയുമ്പോൾ ഒത്തിരി സ്റ്റാഫുകളുടെ ഈ എല്ലാ സ്റ്റേഷനിലും വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ള വിഷയം. 13 കമ്പാർട്ട്മെന്റുകളാകും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. നിലമ്പൂരും ഷൊർണൂരിനും ഇടയിലെ ക്രോസിംഗ് സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഇത് 16 ആകും. തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥലപരിമിതി കാരണമാണ് ട്രെയിൻ കൊച്ചുവേളിയിലേക്ക് മാറ്റിയത്.
ഇതിനെ മറികടക്കാനായി കൊച്ചുവേളിക്ക് പകരം നാഗർകോവിലിലേക്ക് ട്രെയിൻ നീട്ടാനുള്ള ശ്രമങ്ങളും സജീവമായിട്ടുണ്ട്. മെയ് 9-ന് രാജറാണി സ്വതന്ത്ര ട്രെയിനായി സർവീസ് തുടങ്ങുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലക്കാർ. ന്യൂസ് 18 മലപ്പുറം.